നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ തൃശൂരിൽ ഇന്ന് ലോകപ്രശസ്തമായ തൃശൂർ പൂരം ഉത്സവം ഗംഭീരമായി സംഘടിപ്പിച്ചു. രാവിലെ മുതൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറിയ പൂരങ്ങൾ വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെത്തി. ആനകളുടെ രാജകീയ ഘോഷയാത്രയും പരമ്പരാഗത വാദ്യോപകരണങ്ങളുടെ മുഴക്കവും നഗരത്തെ ഉത്സവാന്തരീക്ഷത്തിൽ മുഴുവനായി മുങ്ങിപ്പിച്ചു. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് ഭക്തർ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകാൻ തൃശൂരിൽ എത്തിച്ചേർന്നു. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ മടത്തല വരവ് ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിച്ചു. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഈ പ്രശസ്ത ഘോഷയാത്രയിൽ പരമ്പരാഗത പഞ്ചവാദ്യം സംഗതം അവതരിപ്പിച്ചു. നൂറുകണക്കിന് കലാകാരന്മാര് ഇലഞ്ഞിത്ര മേളത്തോടൊപ്പം അവരുടെ കലാമായാജാലം വിരിച്ചു. ഈ സംഗീത പരിപാടി ആസ്വദിക്കാൻ ക്ഷേത്ര പരിസരത്ത് വലിയ തോതിൽ സംഗീതപ്രേമികളും വിനോദസഞ്ചാരികളും സന്നിഹിതരായിരുന്നു. കേരള ലോട്ടറി വകുപ്പ് ഇന്ന് സമൃദ്ധി SM52 സാപ്താഹിക ലോട്ടറിയുടെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഈ ഡ്രോയിലെ ആദ്യ സമ്മാനം 1 കോടി രൂപയായിരുന്നു. അത് തിരുവനന്തപുരം സ്വദേശിയായ ഒരു ഭാഗ്യവാന്റെ കൈകളിലേക്കെത്തി. മറ്റു വിജയികളുടെ പട്ടികയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോട്ടറി വിജയ വാർത്ത പുറത്തുവന്നതോടെ പ്രദേശവാസികളിൽ വലിയ ആവേശം കണ്ടു. ടിക്കറ്റ് കൌണ്ടറുകളിൽ വലിയ തിരക്കുമുണ്ടായി. തൃശൂർ മുന്തത്തിക്കോട് പടക്ക ഗോഡൌണിലുണ്ടായ ഭീകരസ്ഫോടനത്തിൽ ഇന്നൊരാൾ കൂടി മരണപ്പെട്ടു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 58 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. ഈ അപകടത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 16ആയി. ഭരണകൂടം സംഭവത്തെക്കുറിച്ച് ന്യായാന്വേഷണം നടത്തുകയാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സഹായം നൽകിവരുന്നു. കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നൊരു വലിയ വീഴ്ച പുറത്തുവന്നു. കവർച്ചക്കേസിൽ പിടിയിലായ 2 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് സംഭവം നടന്നത്. തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തുകയും ഒരു പ്രതിയായ സൂരജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റ് പ്രതിയായ റസലിനായി തിരച്ചിൽ തുടരുകയാണ്. ആലപ്പുഴ ജില്ലാ ജയിലിൽ ഇന്നൊരു വിചാരണ തടവുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പന്നപ്ര സ്വദേശിയായ ശരത് പ്രസാദ് എന്നയാളാണ് മരിച്ചത്. ജയിൽ അധികൃതർ പറയുന്നതനുസരിച്ച് ഇയാൾ ജയിലിനുള്ളിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തതായാണ് സംശയം. ഈ സംഭവത്തിന് പിന്നാലെ ജയിൽ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. കേസ് അന്വേഷിക്കാൻ പോലീസ് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. വയനാട് മാനന്തവാടിയിൽ ഇന്ന് ഒരു ദുഃഖകരമായ അപകടം സംഭവിച്ചു. കുഴിനിലം ചെക്ക് ഡാമിൽ കുളിക്കാൻ പോയ ഒരു പ്രവാസി തൊഴിലാളി മുങ്ങിമരിച്ചു. മാനന്തവാടി ഫയർഫോഴ്സ് സംഘം ഏറെ പരിശ്രമത്തിനു ശേഷം മൃതദേഹം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു. മരിച്ചയാളുടെ തിരിച്ചറിയൽ ശ്രമങ്ങൾ തുടരുന്നു. ബന്ധുക്കളെ അറിയിക്കാൻ നടപടികൾ സ്വീകരിച്ചുവരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് പ്രശസ്ത ചിത്രകാരനായ രാജാ രവി വർമ്മയുടെ ജന്മദിനം ആവേശത്തോടെ ആചരിച്ചു. ഈ അവസരത്തിൽ കിളിമാനൂർ വ്യാപാര ഭവനിൽ കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് ചിത്രരചന മത്സരം നടത്തി. 100 കണക്കിന് കുട്ടികൾ പങ്കെടുത്തു. ഉച്ചയ്ക്ക് കലാപുരസ്കാര വിതരണ ചടങ്ങും നടന്നു. മികച്ച കലാകാരരെ ആദരിച്ച് അവരുടെ കലാപ്രതിഭയെ പ്രശംസിച്ചു. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026ന്റെ ചൂടേറിയ പ്രവർത്തനങ്ങൾ ശക്തമായി. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ യോഗങ്ങൾ നടത്തി. ഭരണകക്ഷിയും പ്രതിപക്ഷവും അടിത്തറയിലെ പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി സംസ്ഥാനത്തുടനീളം രാഷ്ട്രീയ റാലികളും ജനസമ്പർക്ക പരിപാടികളും ആസൂത്രണം ചെയ്യുകയാണ്. മലപ്പുറം ജില്ലയിൽ ഇന്ന് സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ സാമൂഹ്യനീതി, ആരോഗ്യ വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഒരു മെഡിക്കൽ സമിറ്റ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ആരോഗ്യമേഖലയിലെ വിദഗ്ധർ സംസ്ഥാന ആരോഗ്യ നയങ്ങളും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന സൌകര്യങ്ങളും സംബന്ധിച്ച് അഭിപ്രായവിനിമയം നടത്തി. ഗ്രാമപ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങളുടെ ആവശ്യകതയെ വിദഗ്ധർ ഊന്നിപ്പറഞ്ഞു. കൊച്ചി എറണാകുളത്ത് ഇന്ന് യുവാക്കൾക്കായി പ്രത്യേക കരിയർ മാർഗനിർദ്ദേശ ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ സേവാസംഘം സംഘടിപ്പിച്ച ഈ ക്ലാസ് MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്തു. വിദഗ്ധർ ഇപ്പോഴത്തെ കാലത്ത് ഉയർന്നുവരുന്ന കരിയർ അവസരങ്ങളും മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പും വിശദമായി അവതരിപ്പിച്ചു. കോഴിക്കോട് ഇന്ന് പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണന്റെ ആദ്യ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മലാപ്പറമ്പ് ഹൌസിംഗ് കോളനി ഹാളിൽ നടന്ന പരിപാടിയിൽ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ നാരായണന്റെ ചരിത്ര ഗവേഷണങ്ങളും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലേക്കുള്ള സംഭാവനകളും ഓർത്ത് അദ്ദേഹം ഹൃദയപൂർവ്വം ആദരാഞ്ജലി അർപ്പിച്ചു. എറണാകുളം കലൂരിൽ ഇന്ന് ഓക്യുലോപ്ലാസ്റ്റി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഗോകുലം പാർക്ക് ഹോട്ടലിൽ നടന്ന ഈ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേത്രരോഗ വിദഗ്ധർ പങ്കെടുത്തു. കണ്ണുകളുടെ പ്ലാസ്റ്റിക് ശസ്ത്രക്രിയയും ഓക്യുലോപ്ലാസ്റ്റി മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും ചർച്ചയായി. സങ്കീർണമായ നേത്രരോഗങ്ങളുടെ ചികിത്സയിൽ ആധുനിക ഉപകരണങ്ങളുടെ പ്രാധാന്യം വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.
കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും ഇന്ന് കനത്ത ചൂടും ഉഷ്ണക്കാറ്റും തുടരുന്നു. കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ പൂരത്തിലെത്തുന്നവരോട് ഹീറ്റ് സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ധാരാളം വെള്ളം കുടിക്കാനും നേരിട്ട് സൂര്യപ്രകാശം ഒഴിവാക്കാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ചൂടിനെ നേരിടാൻ ആശുപത്രികളെ ആരോഗ്യവകുപ്പ് അലർട്ടിലാക്കി. മലയാള സിനിമയിലെ പ്രശസ്ത അഭിനേത്രിയായ പാർവതി തിരുവോത്ത് ഇന്ന് നൽകിയ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സിനിമാ ലോകത്തിന്റെ യഥാർത്ഥ ദിഗ്ഗജങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. അവരുടെ അഭിനയ പ്രതിഭയിലൂടെ മലയാള സിനിമയ്ക്ക് ആഗോള അംഗീകാരം നേടിക്കൊടുത്തവരാണ് ഇവരെന്ന് അവൾ പറഞ്ഞു. ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കിടയാക്കി ആരാധകർ വ്യാപക പിന്തുണ അറിയിച്ചു. കേരള വനവകുപ്പ് ഇന്ന് വയനാട്ടിലെ കാട്ടുപ്രദേശങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണ അഭിയാനം നടത്തി. അനധികൃത വേട്ടയും അനധികൃത വനം നശീകരണവും തടയുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വേനൽക്കാലത്ത് കാടുകളിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾ നിരീക്ഷിക്കാൻ ഈ സാങ്കേതികവിദ്യ ഏറെ ഫലപ്രദമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതീവ സംവേദനക്ഷമമായ പ്രദേശങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാളിൽ ഇന്ന് സൗഹൃദ സായം എന്ന പേരിലുള്ള ഒരു സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. പ്രൊഫസർ ജി ഗീതയുടെ ചിത്രഗീതം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോ പ്രദർശനത്തിന്റെ ഭാഗമായി ആയിരുന്നു പരിപാടി. പ്രാദേശിക കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചു. കാണികൾ വലിയ അഭിനന്ദനം അറിയിച്ചു. വൈകുന്നേരം നടന്ന സംഗമത്തിൽ കലയും സാഹിത്യവും സംബന്ധിച്ച സംവാദങ്ങൾ നടന്നു. കോട്ടയം IMA ഹാളിൽ ഇന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ജില്ലാതല കുടുംബ സംഗമം നടന്നു. കെ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങളും ഭാവിയിലെ വെല്ലുവിളികളും വിശദമായി ചർച്ച ചെയ്തു. കോൺട്രാക്ടർമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനായി പുതിയ പദ്ധതികൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. കേരളത്തിലെ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ ഇന്ന് ലയൺസ് ഇന്റർനാഷണൽ 318 ജില്ലാ സമ്മേളനം ഗംഭീരമായി സംഘടിപ്പിച്ചു. മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ സെക്രട്ടറി രാജുനാരായൺ സ്വാമി പങ്കെടുത്തു. ലയൺസ് ക്ലബ് നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വരാനിരിക്കുന്ന വർഷത്തിനുള്ള പുതിയ സേവന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. മികച്ച സേവനം നൽകിയ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ആലപ്പുഴ ഹൌസ് ബോട്ടിൽ ഇന്ന് വോർ ഇഞ്ചേർഡ് വെറ്ററൻസ് അസോസിയേഷൻ കേരളയുടെ ആദ്യ വാർഷികം ആഘോഷിച്ചു. ഈ അവസരത്തിൽ ഒരു കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വിരമിച്ച സൈനികരും അവരുടെ കുടുംബങ്ങളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. യുദ്ധത്തിൽ പരിക്കേറ്റ ധീര സൈനികരുടെ ക്ഷേമത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടനാ ഭാരവാഹികൾ വിശദീകരിച്ചു. തിരുവനന്തപുരം ഗാർക്കി ഭവനിൽ ഇന്ന് ONV കുറുപ്പ് മെമ്മോറിയൽ മീറ്റ് സംഘടിപ്പിച്ചു. പ്രശസ്ത കവി, ഗാനരചയിതാവായ ONV കുറുപ്പിന്റെ സ്മരണയ്ക്കായി നടന്ന ഈ ചടങ്ങിൽ സാഹിത്യലോകത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളും മലയാളി സംസ്കാരത്തോടുള്ള സ്നേഹവും വക്താക്കൾ ഓർമ്മപ്പെടുത്തി. പരിപാടിക്കിടെ അദ്ദേഹത്തിന്റെ ചില പ്രശസ്ത കവിതകളുടെ വായനയും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇന്ന് മെട്രോ സേവനങ്ങളുടെ വിപുലീകരണത്തിനായി പുതിയ റൂട്ടുകളുടെ സർവേ ഉടൻ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വിപുലീകരണം കൊച്ചിയുടെ പുറംപ്രദേശങ്ങളെ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ തുടർന്ന് ട്രെയിനുകളുടെ ഫ്രീക്വൻസി കൂട്ടുന്നതും പരിഗണനയിലുണ്ടെന്ന് മെട്രോ അധികൃതർ പറഞ്ഞു.